so yummy. Hi friends, welcome to Fire's Kitchen. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി മിൽക്ക് ഗുലാബ് ജാമുൻ ആണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് കുറുക്കി ഒരു തിക്ക് ബാറ്റർ ആക്കി എടുക്കണം. ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. എന്നിട്ടൊരു പകുതി വച്ചതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് നമ്മൾ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ പാൽ ഇവിടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് സൈഡിലത്തെ എല്ലാ മലായും താഴോട്ട് നന്നായിട്ട് പാലിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നല്ല തിക്ക് ബാറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. 500 പാലിന് നമുക്ക് ഒരു കപ്പ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മൈദമാവ് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 2 ടീസ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലോ ഗീയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഡൗ ആയിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ഓരോരോ ബൗൾസ് ആക്കി എടുക്കാം. ഞാനിവിടെ എല്ലാം ബൗൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ബോൾസ് ഇടാൻ പാടില്ല. കാരണം പിന്നെ നമ്മുടെ മിൽക്കിൻ്റെ ഇതായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ട് ഇതൊരു ബ്രൗൺ കളറായി വന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ള് നമ്മുടെ യെല്ലോ ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ബൗൾസ് നമ്മുടെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. നമ്മുടെ ബോൾസ് നല്ല സോഫ്റ്റായി കിട്ടാനും പിന്നെ സിറപ്പ് ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നട്ട്സ് കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്